ഇത് വെറുതെ ഒരു അൺബോക്സ് വീഡിയോ അല്ല കേട്ടോ. വലിയൊരു പ്രശ്നത്തിന് ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ പേൾപ്പിന്നിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പ്രൊമോഷൻ വീഡിയോയൊന്നും അല്ല. എപ്പോഴെങ്കിലും ഇങ്ങനൊരു സ്റ്റാൻഡ് വാങ്ങിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിപ്പോൾ വേണമെന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ട് മാറിയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞങ്ങൾ മുണ്ടമ്പേലിയിൽ നിന്ന് നെട്ടൂരേക്ക് പൊന്നൂൻ്റെ സ്കൂളിനടുത്തേക്ക് ചെറിയൊരു വീട് റെൻറ്റിന് എടുത്തിട്ട് മാറി താമസിക്കുകയാണ്. ഇപ്പോൾ ഒരു 1-2 ആഴ്ച ആവണുള്ളൂ. സ്കൂൾ തുറന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിത്തിയൊക്കെ ഈർപ്പം നിൽക്കുന്ന ഒരു ഭിത്തിയാണ്. പിന്നെ തുണികളൊക്കെ വിരിച്ചാൽ ഉണങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ സൗകര്യം അനുസരിച്ച് അവർ നമുക്ക് വർക്ക് ഏരിയയൊക്കെ ശരിയാക്കി തന്ന് അവിടെ 2 അഴയൊക്കെ കെട്ടി തന്നിട്ടുണ്ട് എനിക്ക് ജൂഡ്സൻ. പക്ഷേ അത് വല്ലാണ്ട് ഇങ്ങനെ അടച്ചു കൂട്ടിയൊരു വർക്ക് ഏരിയ ആയത് കാരണം എയർ കയറില്ല എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി ചാവുന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് തുണികൾ വിരിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് കയറി ഇറങ്ങി അല്ലെങ്കിൽ വെളിച്ചം കണ്ടെങ്കിൽ അത് ഉണങ്ങുള്ളൂ. പക്ഷേ അങ്ങനെ ഉണങ്ങാനുള്ള ഒരു സൗകര്യമില്ല അവിടെ. സ്പേസ് ഉണ്ട്, പക്ഷേ വെയിലും വെളിച്ചമൊന്നും കിട്ടൂല അവിടെ. അപ്പോൾ സ്കൂൾ തുറന്നതിൻ്റെ ഒപ്പം തന്നെ മഴയും തുടങ്ങിയത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ആകെ വിഷമത്തിലാണ് കേട്ടോ. യൂണിഫോം ഉണങ്ങി കിട്ടുന്നില്ല, നമ്മൾ ഡെയിലി ഇടുന്ന ഡ്രസ്സ് ഉണങ്ങി കിട്ടുന്നില്ല, പുറത്തേക്ക് പോയി നനഞ്ഞ് ചീഞ്ഞ് വരുന്ന സാധനം കഴുകിയിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടുന്നില്ല. 2 ദിവസം ഇട്ടാൽ പോലും അതിൻ്റെ അടിയിൽ വെള്ളം വന്ന് നിൽക്കുന്ന അല്ലാതെ വെള്ളം മുഴുവനായിട്ട് അങ്ങോട്ട് വാർന്നു പോണ പോലും ഇല്ല. അങ്ങനെ എന്ത് ചെയ്യും, വീട് മാറണമെന്നൊക്കെയുള്ള ചിന്തയിലായി 1-2 തവണ ഞാൻ മുണ്ടമേലി കൊണ്ടുപോയി 2 ബിഗ് ഷോപ്പറിലാക്കി ഊബർ വിളിച്ച് കൊണ്ടുപോയി. കാരണം ജൂഡ്സൺ പോകുമ്പോൾ രാവിലെ കൊടുത്തു വിടാൻ പറ്റില്ല. ജൂഡ്സൺ ഇത് ഫ്രണ്ടിലോ ബാക്കിലോ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ ബാലൻസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഊബറിന് കൊണ്ടുപോയി. ബസ്സിൽ കയറ്റി കൊണ്ടുപോകാനും പറ്റില്ല, 2 കയ്യിലും ബിഗ് ഷോപ്പർ തൂക്കി പിടിച്ചിട്ട് എനിക്ക് സ്റ്റെപ്പ് കയറാനോ ബസ്സിൽ കയറാനോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഊബർ തന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എങ്ങനെയാണ് ഈ അലക്കാൻ വേണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു 500 രൂപ ചിലവ്. ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയാണ് ഇത് ഈ 10 മാസം കഴിച്ചു കൂട്ടുക എന്നുള്ളത്. അങ്ങനെ വീട് മാറാൻ വരെ നമ്മൾ ആലോചനയായി. കുറച്ച് വീടുകളൊക്കെ പോയി കണ്ടു. പക്ഷേ നമ്മുടെ ആ ഒരു റേറ്റിനൊത്ത് കിട്ടണ്ടേ. അപ്പം ഇതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയണേ, നമ്മുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു വീടാണ്. അസൗകര്യങ്ങൾ നമ്മൾ സഹിച്ചാൽ മാത്രം മതി. പക്ഷേ വേറൊരു വീട് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റെൻറ്റ് നമുക്ക് താങ്ങൂല. റെൻറ്റ് ചിലവ്, പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ എല്ലാം കൂടി ഓടൂല. മുണ്ടമേലിലെ വീട് വാടക കൊടുത്തിട്ടാണ് വന്നിരുന്നതെങ്കിൽ ചിലപ്പോൾ സാധിച്ചേനെ. പക്ഷേ ആ വീട് നമ്മൾ വാടക കൊടുക്കാത്ത കാരണം 2 വീടിൻ്റെയും ചിലവും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും ഉറക്കം തന്നെ ഇല്ലായിരുന്നെന്ന് പറയാട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനൊരു സ്റ്റാൻഡ് വാങ്ങിക്കുവാണെങ്കിൽ ഈ 500 രൂപ അലക്കാൻ വേണ്ടി മുണ്ടമേലിലോട്ട് പോണത് നമുക്ക് ഒഴിവാക്കിയെടുക്കാമല്ലോ. ഒരു മാസം ഒരു 4 പ്രാവശ്യം മുണ്ടമേലിൽ ഇതുപോലെ തുണികളും കൊണ്ട് ഞാൻ ഊബറും വിളിച്ച് അലക്കാൻ പോവുകയാണെങ്കിൽ ഒരു 2000 രൂപയാവും. അതേസമയം ഈ 1600 രൂപയുടെ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാം. ആകെ 1600 രൂപയെ ആകുന്നുള്ളൂ താനും. പിന്നെ മനസ്സമാധാനം, ഉറക്കവും കിട്ടും. നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയൊന്നും നമ്മൾ മുണ്ടമേലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. എന്തിന് അയൺ ബോക്സ് പോലും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അയൺ ബോക്സിന് എനിക്ക് വേറൊരെണ്ണം വാങ്ങിക്കണം. കാരണം അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂഡ്സൺ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം ജൂഡ്സൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് അവിടെ മസ്റ്റായിട്ട് ഒരെണ്ണം വേണം. അപ്പോൾ ഇവിടെയും മസ്റ്റായിട്ട് വേണം. കാരണം എന്നുണ്ടെങ്കിൽ പൊന്നുവിന് യൂണിഫോം അയൺ ചെയ്യാണ്ടാണ് ഇപ്പോൾ 2 ആഴ്ച ഇട്ടുകൊണ്ട് പോണത്. സിസ്റ്റർ ഇതുവരെ പിടിച്ചിട്ടില്ല, എപ്പോഴാണ് പിടി വീഴണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അയൺ ബോക്സ് ഒരെണ്ണം എനിക്കിനി വാങ്ങിച്ചേ പറ്റുള്ളൂ. എന്തായാലും തുണി ഉണക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം ആശ്വാസമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം അലക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇപ്പോൾ 2 ദിവസത്തെ ഒരുമിച്ചാണ് ഇടേണ്ടതെങ്കിൽ പോലും അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എന്താ പറയണ ക്ലോത്ത് ഡ്രൈയിങ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്. 1600 രൂപയാണ് എനിക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഇതിനായിരിക്കുന്നത് കേട്ടോ. 2 ദിവസമായി സീമയുടെ വീട്ടിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം മുണ്ടമേലിൽ ഇതുപോലെയുള്ള വലിയ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം എനിക്ക് ക്യാൻസലായി പോകുന്നത്. ഒരു ക്ലോത്തിൻ്റെ ഷെൽഫ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എനിക്ക് ക്യാൻസലായിപ്പോയി. അതുപോലെ വേറെ എന്തോ ഞാൻ ഓർഡർ ചെയ്തിട്ട് അതും ക്യാൻസലായി പോയായിരുന്നു. അപ്പോൾ ഞാൻ സീമയുടെ അടുത്താണ് ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെയാണ് ഓർഡർ ചെയ്തത്. എന്തോ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സന്തോഷം കണ്ട. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ അവളും കൂടി വന്ന് നിന്നതാണ്. താൻ മാത്രം സന്തോഷിച്ചാൽ പോരല്ല, ഞാനും കൂടെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് വന്ന് നിന്നതാണ് കണ്ടത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൾ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ സ്റ്റാൻഡ് തുടച്ചിട്ട് അലക്കിയ തുണികൾ അപ്പുറത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ വെയിലുണ്ട്, എന്നാൽ അത് മുറ്റത്തേക്ക് വെക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാനിപ്പോൾ ഇച്ചിരി പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് തുണി നനച്ച് തുടയ്ക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെയല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമെങ്കിൽ, അതായത് ഇപ്പോൾ ഡോറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കടത്തണമെങ്കിൽ നമുക്ക് ഈ നീണ്ടു നിൽക്കുന്നത് താഴോട്ട് മാറ്റി അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ വീതി കുറച്ചിട്ട് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ സംഭവം ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറന്നുപോയിട്ട് അങ്ങനെ തന്നെ വാതിൽ കടത്താൻ നോക്കിയതാണ്. അപ്പോൾ അത് ഇടിച്ചപ്പോഴാണ് ബോധം വന്നത് കേട്ടോ.
അങ്ങനെ അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. മുകൾ ഭാഗത്തെയും ഫോൾഡ് ചെയ്ത് കൊടുത്തു. 3 തട്ടായിട്ടാണ് ഇരിക്കുന്നത്. 3 തട്ടിൽ നമുക്ക് നിറയെ തുണികൾ ഇടാം. ഈ സൈഡിലോട്ട് ഇരിക്കുന്ന 4 പീസിലേക്ക് നമുക്ക് ഹാങ്ങറുകൾ ഇടാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഈ തട്ടുകളുടെ അടിയിലും ഓരോ ക്ലിപ്പ് വീതമുണ്ട്. ഇങ്ങനെ ഒരു ഹാങ്ങർ ഇടാൻ പറ്റിയ രീതിയിലുള്ള ഒരു കൊളുത്ത് പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ വലിയൊരു പ്രശ്നത്തിനാണ് പരിഹാരം അയക്കണം. ഒരു മനസ്സമാധാനക്കേടാണ് ഇപ്പോൾ മാറി കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.